അതുപോലെ പത്തനംതിട്ടയിലെ ചില പ്രദേശങ്ങളിലൊക്കെ 339 മില്ലിമീറ്റർ മഴ കിട്ടി. അത്ര അധികം ശക്തമായ മഴയാണ് അവിടെ പെയ്തത്. പമ്പയാർ കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഇപ്പോൾ രാഹുൽ വിജയൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. രാഹുൽ വിജയൻ, ഈ പ്രദേശം എവിടെയാണ്? ഇപ്പോൾ ഇടുക്കിയിൽ നിന്നുള്ള ചില ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടിരിക്കുന്നത്. രാഹുൽ വിജയൻ, പറയൂ. വാഗമൺ കോലാഹലമേട്ടിലെ ദൃശ്യങ്ങളാണ് ഇത്. വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് പ്രഭാകരൻ എന്ന് പറയുന്ന ഒരാൾ ഈ വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണിപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വീടിന് പുറകിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത്. വീടിനുള്ളിൽ ഉണ്ടായിരുന്ന ആളാണ് ഈ മുറിക്കകത്ത് കിടന്നുറങ്ങുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. JCB ഉൾപ്പെടെ കൊണ്ട് കുറേ നേരമായി അദ്ദേഹം അവിടെ കുടുങ്ങി കിടക്കാൻ തുടങ്ങിയിട്ട് അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഊർജിതമായി തന്നെ നേരത്തെ നടത്തിയിരുന്നു. പക്ഷേ ഈ കോൺക്രീറ്റ് പാളികൾ ഉൾപ്പെടെ പൊളിച്ചു മാറ്റിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഹിറ്റാച്ചി ഉൾപ്പെടെ കൊണ്ടുവന്നുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നത്. നമ്മളോടൊപ്പം സിറിയക് തോമസ് MLA ചേർന്നുണ്ട്. സാറ്, ഇത് എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടത്തുക? പല പ്രദേശങ്ങളിലും മണ്ണിടിഞ്ഞിട്ടുണ്ട്, ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു. അങ്ങനെയാണ് വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കാണ്. വീടിൽ അത് വളരെ കോൺക്രീറ്റ് മുറിച്ചു മാറ്റി വേണം അങ്ങോട്ട് എത്തിച്ചേരാനായിട്ട്. വളരെയധികം ബുദ്ധിമുട്ടാണ്. മഴയും ഒക്കെ വളരെ കൂടുതലാണ്. ഇന്നലെ മുതലുള്ള മഴ വളരെ ശക്തമായിട്ട് ഈ പ്രദേശത്തെല്ലാം വലിയ നാശങ്ങളാണ്. മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഉരുൾപൊട്ടലും ഒക്കെ വളരെ വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ട്. ഏത് രീതിയിലാണ് ഇവിടുത്തെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചിരിക്കുന്നത്? ഇവിടുത്തെ രക്ഷാപ്രവർത്തനം ഫയർഫോഴ്സും പോലീസും റവന്യൂ വകുപ്പും എല്ലാവരും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് അധികാരികൾ, പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് മെമ്പർ അടക്കം ഇവിടെയുള്ള മുഴുവൻ നാട്ടുകാരും ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയാകുകയാണ്. ഇവിടെ JCB വന്നു. JCB നമുക്ക് ഇത് ഹിറ്റാച്ചി വന്നതിന് ശേഷമാണ് ഇതിനകത്ത് നമുക്ക് കയറാൻ സാധിച്ചത്. വലിയ വണ്ടിക്ക് ഈ ഭാഗത്തോട്ട് എത്താനൊക്കാത്തതുകൊണ്ട് സുരക്ഷിതമായിട്ട് പുറത്തെത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. സുരക്ഷിതമായിട്ട് പുറത്തെത്തിക്കാമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇപ്പോഴും നടക്കുന്നത്. അങ്ങനെ തന്നെയാണ്. സുരക്ഷിതമായിട്ട് അദ്ദേഹത്തെ, പ്രഭാകരനെ പുറത്തെത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.